ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ആഴ്ച നടന്ന UAE ഇസ്രായേൽ സമാധാന കരാർ, അതിനെ ബൈബിളിൻ്റെ വെളിച്ചത്തിൽ പ്രതിപാദിക്കുവാൻ വേണ്ടിയാണ്. ഇത് അതിൻ്റെ രണ്ടാമത്തെ സെഷനാണ്. ഇസ്രായേൽ അറബ് രാജ്യങ്ങൾ പരസ്പരം അടുക്കുന്നത് എന്തിൻ്റെ സൂചനയാണ്? ഇതാണ് ഇന്ന് മുഖ്യമായിട്ടും എടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ആമുഖമായി UAE ഇസ്രായേൽ കരാർ ചില ചരിത്ര വസ്തുതകൾ, കഴിഞ്ഞ ഒരു 70 വർഷത്തെ ഇസ്രായേൽ അറബ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം, അതിനുശേഷം ഇപ്പോൾ ഈ അടുപ്പം അതെങ്ങോട്ട് നയിക്കും എന്നുള്ളതിനെക്കുറിച്ച് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കുവാൻ ആഗ്രഹിക്കുന്നു. അനേകർക്ക് അറിയുവാൻ വേണ്ടി ആഗ്രഹമുണ്ട്, ഇതെന്താണ്, ബൈബിളിൽ പറയുന്ന ഈ സമാധാന ഉടമ്പടിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. There must be a relation between Israeli UAE pact and Bible. Your previous video you said Arab countries will defeat Israel. Please explain. പാലസ്തീനേറ്റ പ്രഹരമെന്നാണ് പറയപ്പെടുന്നത്. ഇതിലെന്താണ് പറയാനുള്ളത്? വ്യാപാരം മാത്രമാണോ UAE ലക്ഷ്യം നിൽക്കുന്നത്? താൽക്കാലികമായി ഇസ്രായേലിന് ഇതിലെന്തെങ്കിലും ഗുണമുണ്ടോ? ഇറാൻ, ടർക്കി എന്നീ രാജ്യങ്ങളെ ഒതുക്കുന്നതിനുള്ള UAEയുടെ ബുദ്ധിയാണോ? എന്തുകൊണ്ട് ഇസ്രായേൽ UAEയുമായി ബന്ധം സ്ഥാപിക്കുന്നു? സമാധാനമാണ് അന്വേഷിക്കുന്നതെങ്കിൽ അവർക്കത് അറബി രാഷ്ട്രങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടില്ലല്ലോ. അത് ഇസ്രായേലിന് കച്ചവട താല്പര്യമോ? എന്തായാലും യുദ്ധ ഉപകരണങ്ങൾക്ക് അവർ കൊടുക്കുകയില്ല. അയൺ ഡോം മക്കയിൽ വെച്ചു എന്നല്ലാതെ ടെക്നോളജി വിട്ടുകൊടുത്തിട്ടില്ല. അമേരിക്കയ്ക്ക് എന്താണ് നേട്ടം? അവർക്കും കച്ചവട താല്പര്യമോ? അതോ അവിടെയുള്ള ജൂതന്മാർക്ക് ദേവാലയം കിട്ടുമെന്ന പ്രതീക്ഷയോ? ഇസ്രായേൽ UAE ബൈലാറ്ററൽ ഡീൽ ഡാനിയൽ പ്രോഫസി ഫുൾഫിൽ ചെയ്യുന്നത് ആയിരിക്കുമോ? വാട്ട് ഈസ് ദ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് ട്രീറ്റി? UAE, സൗദി, ഇറാഖ്, ഈജിപ്റ്റ് എക്സെട്ര നേഷൻസ്, ഇറാൻ, തുർക്കിയുമായിട്ടുള്ള റിലേഷൻ കൂടുതൽ വഷളാകുമോ? റീജിയണൽ ടെൻഷൻസ് കൂടുതലാകുമോ? ഇറ്റ് ഈസ് ക്ലിയർലി എ ഫോർമേഷൻ ഓഫ് ന്യൂ അലയൻസ്. ടർക്കി, ഇറാൻ, ഖത്താർ, റഷ്യ, ചൈന ആൻഡ് ഓപ്പോസിറ്റ്, US, അറബ്, ഇന്ത്യ എക്സെട്ര. അനേക ഫീഡ്ബാക്കുകളും ചോദ്യങ്ങളും വന്നു. ഞാൻ വളരെ ചുരുക്കം ചോദ്യങ്ങൾ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഒരു ആകത്തുക, ബൈബിളുമായിട്ട് ഈ സംഭവങ്ങളെ കൂട്ടിപ്പഠിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ആകത്തുക എന്താണ് എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ഉടമ്പടി സംഭവിച്ചാൽ ഉടനെ നാളെ യേശു വരുമെന്നോ അല്ലെങ്കിൽ അർമഗദോൻ യുദ്ധം നടക്കുമെന്നോ എന്നല്ല. പക്ഷേ നമ്മളിന്ന് ഈ കാണുന്ന ഈ സംഭവങ്ങളൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവാചകന്മാരിൽ കൂടെ ദൈവം സംസാരിച്ചതാണ് എന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ ഉള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ക്ലാസ് മുഴുവനും കേൾക്കാം. ഒരുപക്ഷെ ഒരു സ്വല്പം നീണ്ട ക്ലാസ്സുകളായിരിക്കും. നമുക്കറിയാം, ഇസ്രായേൽ 1948 ഒരു രാജ്യമായി വന്നതിന് ശേഷം അവർ ചുറ്റുമുള്ള അറബി രാജ്യങ്ങളുമായിട്ട് അനേക യുദ്ധങ്ങളിൽ ഏർപ്പെടേണ്ടി വന്നു. 1967 6 Day വാർ, അത് ഒരു വലിയ വിജയമായിരുന്നു. 6 ദിവസം യുദ്ധത്തിന് ശേഷം ശനിയാഴ്ച ശബദ ആചരിച്ച ഒരു ചരിത്രം ഇസ്രായേലിനുണ്ട്. അവർക്കെതിരെ വന്ന രാജ്യങ്ങളെ എല്ലാം തോൽപ്പിച്ചു എന്ന് മാത്രമല്ല, ഈജിപ്തിൻ്റെയും സിറിയയുടെയും ഒക്കെ ഗോലാൻ ഹൈറ്റ് പോലുള്ള സ്ഥലങ്ങൾ അവർ പിടിച്ചെടുത്ത് ദൈവം അവർക്ക് ജെറുസലേമും പിടിച്ചെടുക്കാൻ ഇടയാക്കി എന്നുള്ളത് നമുക്ക് ചരിത്രത്തിൽ നിന്നറിയാം. ആ യുദ്ധത്തിന് ശേഷം ആ വർഷം തന്നെ, ഈ യുദ്ധം നടന്നത് 1967 ജൂണിലാണെങ്കിൽ 1967 ഓഗസ്റ്റിൽ അറബ് രാഷ്ട്രങ്ങളുടെ അറബ് ലീഗ് സമ്മേളനം സുഡാനിൽ ഖർത്തൂം എന്ന് പറയുന്ന സ്ഥലത്ത് കൂടുകയുണ്ടായി. അവിടെ വെച്ച് ഈ അറബ് രാജ്യങ്ങളുടെ നേതാക്കന്മാർ തീരുമാനമെടുത്തു, നോ പീസ് വിത്ത് ഇസ്രായേൽ, നോ റെക്കഗ്നൈസേഷൻ, നോ നെഗോസിയേഷൻ. 3 നോകൾ, 3 നോസ്. അതായത് ഇനി ഇസ്രായേലുമായിട്ട് ഒരു സമാധാനത്തിനും പോകുന്നില്ല, ഇസ്രായേലിനെ റെക്കഗ്നൈസ് ചെയ്യത്തില്ല, ഇസ്രായേലുമായിട്ട് യാതൊരുവിധ നെഗോസിയേഷൻസും നടത്തുകയല്ല എന്ന് 1967 ഈ അറബ് രാജ്യങ്ങൾ തീരുമാനിച്ചു. ഇസ്രായേലിന് ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളിൽ 1967 എടുത്ത തീരുമാനവും ഇന്ന് അതെവിടെ നിൽക്കുന്നു എന്നുള്ളത് ഒന്ന് നമുക്ക് ഓരോ രാജ്യങ്ങളായിട്ട് ഒന്ന് പരിശോധിക്കാം. ഇതാണല്ലോ ഇസ്രായേലിൻ്റെ തെക്ക് വശത്തുള്ള രാജ്യം. ഇത് ഈജിപ്റ്റ്.
നമ്മൾ കണ്ടു 1967 ആ തീരുമാനം ഉണ്ടായത്. പക്ഷേ 1979 അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഈജിപ്തും ഇസ്രായേലുമായിട്ട് ഒരു സമാധാന കരാർ സൈൻ ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ തന്നെ 1973 യോം കിപ്പൂർ എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ ഉത്സവ ദിവസം, അന്ന് എല്ലാവരും അവരുടെ ഉത്സവം ആഘോഷിക്കുന്ന സമയത്ത് അതേ ദിവസം ഈജിപ്റ്റ് അവരുടെ നഷ്ടപ്പെട്ട സ്ഥലം പിടിച്ചെടുക്കുവാൻ വേണ്ടി ഇസ്രായേലിൽ പ്രവേശിച്ചു. അതിന് ഓപ്പറേഷൻ ബദർ എന്നാണ്. ബദർ എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ നടന്ന ഒരു വലിയ യുദ്ധമാണ്. അവർ ഒരു നല്ല ഭാഗം അവർ തിരിച്ചു പിടിക്കാനൊക്കെ ആ യുദ്ധം പെട്ടെന്ന് തന്നെ ആ യുദ്ധം അവസാനിച്ചു. അത് ഒരു വലിയ വിജയമായിരുന്നു 1973. ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു സക്സസ് സ്റ്റോറി ആയിരുന്നു. ഈ യുദ്ധത്തിൻ്റെ ജയത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇവർ ഈജിപ്തിൽ സൈന്യത്തിൻ്റെ പരേഡ് നടത്തുകയും ആ പരേഡിൽ പ്രസിഡൻറ്റും അവിടുത്തെ എല്ലാ സൈനിക മേധാവികളും അറ്റൻഡ് ചെയ്ത പരേഡിൽ സൈനിക വ്യൂഹത്തിൽ നിന്ന് ചാടിയിറങ്ങി ഇവരുടെ പ്രസിഡൻ്റ് ഇരുന്ന ആ പോഡിയത്തിലേക്ക് വെടിയുതിർത്ത് അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. ഈ സദത്തിനും ഏകദേശം 7 പേര് ഉൾപ്പെടെ അദ്ദേഹത്തെ അന്ന് തീവ്രവാദികൾ കൊന്നുകളഞ്ഞുവെന്ന് ചരിത്രം പറയുന്നു. ഇദ്ദേഹം ഇസ്രായേലുമായിട്ട് ഉടമ്പടി ചെയ്തതിന് എതിർക്കുന്ന ഒരു ഇസ്ലാമിക മൗലികവാദിയായിരുന്നു ഈ കൊല ചെയ്യാൻ വേണ്ടി ഇറങ്ങിയത്. അന്നത്തെ പത്രങ്ങളാണ് സദത്ത് അസാസിനേറ്റഡ് അറ്റ് ആർമി പരേഡ് ആസ് മെൻ എയിംഡ് റാങ്ക്സ് ഫയർ ഇൻ ടു സ്റ്റാൻഡ്സ് വൈസ് പ്രസിഡൻറ്റ് അഫേംസ് ഓൾ ട്രീറ്റീസ്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഇസ്രായേലുമായിട്ടുള്ള ട്രീറ്റികളെല്ലാം ഇന്ന് നിലനിൽക്കുന്നു എന്നുള്ളതായിരുന്നു അന്നത്തെ ഇമ്പോർട്ടൻറ്റ് ന്യൂസ്. അതുപോലെ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം നടത്തിയ ഈ പീസ് ട്രീറ്റിയെക്കുറിച്ചുമൊക്കെ ആയിരുന്നു അന്നത്തെ ഏറ്റവും വലിയ ന്യൂസ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് ഞാൻ പറയാൻ കാരണം ഇസ്രായേലുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യുന്നത് അന്നത്തെ ഇസ്ലാമിക സമൂഹത്തിന് അല്ലെങ്കിൽ അറബി സമൂഹത്തിന് എന്തുമാത്രം അത് ബുദ്ധിമുട്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞത്. പക്ഷേ കാലങ്ങൾ കടന്നുപോയി. ഇന്ന് ഈജിപ്തിൻ്റെ പ്രസിഡൻറ്റ് സിസിയുമൊക്കെ ആയിട്ട് നെതന്യാഹു കൂടിക്കാഴ്ച നടത്തുകയും അതുപോലെ തന്നെ ഈജിപ്ഷ്യൻ പ്രസിഡൻറ്റ് ഒരു പീസ് ട്രീറ്റി എല്ലാ അറബ് രാജ്യങ്ങളുമായിട്ട് ഇസ്രായേൽ ചെയ്യണമെന്നൊക്കെ ആവശ്യപ്പെടുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇതാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഈജിപ്റ്റ് ആയിട്ട് ഇസ്രായേലിൻ്റെ ബന്ധം. അപ്പോൾ തന്നെ പാലസ്തീൻ അല്ലെങ്കിൽ 1967 ഇത് ജോർദാൻ്റെ ഭാഗങ്ങളായിരുന്നു. ജോർദാൻ യുദ്ധത്തിന് വന്നപ്പോൾ പിടിച്ചെടുത്തതാണ് ഈ വെസ്റ്റ് ബാങ്ക്, അല്ലെങ്കിൽ ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് വശം എന്നുള്ളതാണ് വെസ്റ്റ് ബാങ്ക് എന്നറിയപ്പെടുന്നത്. അല്ലെങ്കിൽ ബൈബിളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ജുദിയ സമരിയ എന്ന് പറയുന്ന ഈ സ്ഥലങ്ങൾ, ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഈ വെസ്റ്റ് ബാങ്ക് ജോർദാൻ 1967 യുദ്ധത്തിൽ ജോർദാനിൽ നിന്ന് പിടിച്ചെടുത്തതാണ് ഇസ്രായേൽ. അപ്പോൾ ഇതാണ് പാലസ്തീൻ ജനത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗാസ, ഇത് ഈജിപ്തിൻ്റെ ഒരു ഭാഗമായിരുന്നു, ഇതും വിട്ടുകൊടുത്തു. അപ്പോൾ ഇതാണ് ഇന്നത്തെ ബേസിക്കലി പാലസ്തീൻ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ അവരുമായിട്ട് ബിൽ ക്ലിൻ്റൻ്റെ നേതൃത്വത്തിൽ, അദ്ദേഹം വളരെ ഒരു കരിസ്മാറ്റിക് ലീഡറായിരുന്നു. യാസർ അറാഫാത്ത് PLOയുടെ നേതാവ് വളരെ തീവ്രവാദിയായിരുന്നെങ്കിലും പിന്നീട് അദ്ദേഹത്തെ അവർ നെഗോസിയേഷൻ ടേബിളിൽ കൊണ്ടുവരികയും യാസർ അറാഫാത്തുമായിട്ട് ഒരു എഗ്രിമെൻ്റ് സൈൻ ചെയ്തു. പക്ഷേ അത് നിലനിൽക്കുന്നില്ല. അതെപ്പോഴും പൊതുവേ വെസ്റ്റ് ബാങ്ക് സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തിലാണെങ്കിലും ഇന്ന് ഗാസ ഭരിക്കുന്നത് ഇവരല്ല, PLO അല്ല, ഇത് ഹമാസ് എന്ന് പറയുന്ന ഒരു ഇതാണ്. ഗാസയിൽ ഇപ്പോഴും വളരെ ശക്തമായ രീതിയിൽ ഗാസയിൽ നിന്ന് ഇസ്രായേലിന് നേരെ എപ്പോഴും അക്രമം ഉണ്ടാകുന്നു എന്ന് നമുക്ക് അറിയാം. അതേസമയം ജോർദാനെ സംബന്ധിച്ചിടത്തോളം ജോർദാന് അതേസമയത്ത് തന്നെ 1994 ജോർദാൻ ഒരു സമാധാന ഉടമ്പടി സൈൻ ചെയ്തു. ജോർദാൻ എന്ന് പറയുന്നത് ലോത്തിൻ്റെ മക്കളാണ് എന്നൊക്കെ ഞാനിതിനു മുൻപ് ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ജോർദാനിലെ രാജാവാണ് കിങ് അബ്ദുള്ള. അദ്ദേഹത്തിൻ്റെ മകനാണ് ഇപ്പോൾ രാജാവ്. അദ്ദേഹവും ആയിട്ടും ബെഞ്ചമിൻ നെതന്യാഹുവും അതുപോലെ ഇസ്രായേലുമായിട്ട് നല്ല ബന്ധമാണ്. പിന്നീട് നമുക്ക് അറബ് രാജ്യങ്ങൾ നോക്കുമ്പോൾ ഒമാൻ എന്ന് പറയുന്ന രാജ്യം, ഒമാൻ ഇസ്രായേലിന് അതിർത്തി പങ്കിടുന്ന രാജ്യമല്ല. അപ്പോൾ തന്നെ ഒമാൻ രാജാവുമായിട്ടും നെതന്യാഹു ഈ അടുത്തിടയ്ക്ക് സർപ്രൈസ് വിസിറ്റും കൂടിക്കാഴ്ചയും ഒക്കെ നടത്തിയെന്ന് നമുക്കറിയാം. ഒമാനിലെ രാജാവ് വളരെ ഒരു ഭരണ നൈപുണ്യമുള്ള ഒരു രാജാവാണ്. മലയാളികൾക്കൊക്കെ വളരെ പ്രിയങ്കരനായ ഒരു രാജാവാണ്. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം ഇന്ത്യയിലായിരുന്നുവെന്നും നമ്മുടെ മുൻ പ്രസിഡൻ്റായിരുന്ന ശങ്കർ ദയാൽ ശർമ്മ അദ്ദേഹത്തിൻ്റെ അധ്യാപകനായിരുന്നു എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്കറിയാം. അടുത്തതായിട്ട് ബഹ്റിൻ എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യമാണ്. ഇതാണ് ഇസ്രായേൽ, ഇവിടാണ് ബഹ്റിൻ. ഇവിടെ ഖത്തർ, ഇതൊരു ചെറിയ രാജ്യമാണ്, എങ്കിലും സാമ്പത്തികമായിട്ട് വളരെ
ശക്തമായ ഒരു രാജ്യമാണ്. ബഹ്റിൻ്റെ രാജാവ് ഇസ്രായേലിന് അനുകൂലമായ ചില സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഈ അടുത്ത് നടത്തി. ബഹ്റിൻ കിങ് ഒപ്പോസസ് അറബ് ബോയ്ക്കോട്ട് ഓഫ് ഇസ്രായേൽ ജൂയിഷ് ലീഡേഴ്സ് സീസ് എന്നും, അതായത് അറബികൾ ഇസ്രായേലിനെ ബോയ്ക്കോട്ട് ചെയ്യുന്നതിന് എതിർത്ത് സംസാരിച്ചു, അല്ലെങ്കിൽ ഇസ്രായേലിന് അനുകൂലമായിട്ട് സംസാരിച്ചു എന്ന് നമ്മൾ ഈ അടുത്തിടയ്ക്കൊക്കെ വായിക്കാനിടയായി. ഇനിയും ഇസ്രായേലുമായിട്ട് അതിർത്തി പങ്കിടുന്നില്ലെങ്കിലും ഏറ്റവും വലിയ രാജ്യവുമാണ് സൗദി അറേബ്യ. ഈ സൗദി അറേബ്യ ഇസ്രായേലുമായിട്ട് ഈ അടുത്തിടയ്ക്ക് ഏറ്റവും അടുത്തു എന്ന് നമുക്കറിയാം. ഇസ്രായേലിൽ രഹസ്യമായി ഇപ്പോഴത്തെ സൗദി രാജാവ് വിസിറ്റ് നടത്തിയെന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ പാലസ്തീനിലെ ആൾക്കാർ നെഗോസിയേഷന് വേണ്ടി വരണമെന്ന് വളരെ ശക്തമായ രീതിയിൽ സൗദിയിലെ രാജാവ് സംസാരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ സൗദിയും ഇസ്രായേലുമായിട്ട് അനേക ആയുധ കരാറുകൾ ഇപ്പോൾ നടക്കുന്നുവെന്നും അയൺ ഡോം, ഇസ്രായേലിൻ്റെ അയൺ ഡോം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇത് മക്കയുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഇവർ ഇസ്രായേലിനോട് മേടിച്ചു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇതുകൂടാതെ സൗദിയുടെ പെട്രോളിയം പ്രൊഡക്ട്സിൻ്റെ വാല്യൂ കുറയുകയാണ് നമുക്കറിയാം. ഇപ്പോൾ തന്നെ സൗദി പെട്രോളിൽ ആശ്രയിക്കുന്നതിന് പകരം അവർ മറ്റുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നുണ്ട്. മോശ ഇസ്രായേൽ ജനവുമായിട്ട് ക്രോസ് ചെയ്ത ഈ സ്ഥലങ്ങളാണ്. ഇവിടെ വലിയൊരു സിറ്റി അവർ പണിയുന്നുണ്ട്. നിയോം എന്നാണ്. നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. ഞാൻ മനസ്സിലാക്കുന്നത് വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിൽ പറയുന്ന കൊമേർഷ്യൽ ബാബിലോൺ എന്ന് പറയുന്ന ആ സംഭവം ഇവിടെ ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനെക്കുറിച്ച് ഞാൻ ദൈവം വെച്ചാൽ വീണ്ടും ഒരു വീഡിയോ ഇടാം. ഇതിൻ്റെ സൈസ് മനസ്സിലാക്കണമെങ്കിൽ ഇത് ഏകദേശം ഇസ്രായേലിൻ്റെ അത്രയും തന്നെ വലിപ്പമുണ്ട്. ന്യൂയോർക്കിൻ്റെ 33 ഇരട്ടി വലിപ്പമുള്ളൊരു സ്ഥലമാണിത്. അപ്പോൾ ഈ നിയോമിൻ്റെ പ്രൊജക്റ്റ് നിങ്ങൾ ഇതിനെക്കുറിച്ച് യൂട്യൂബിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കാൻ സാധിക്കും. അതിനകത്ത് അനേക കാര്യങ്ങളിൽ ഇസ്രായേലാണ് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഒരു റെയിൽവേ ലൈൻ ഉണ്ടായിരുന്നു, സൗദി അറേബ്യ ജോർദാനൊക്കെ കവർ ചെയ്ത് ഇസ്രായേലിൽ നിന്ന്. അത് വീണ്ടും പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അറബ് രാജ്യങ്ങളുമായിട്ട് ഒരു സമാധാനം സാധ്യമാണ് എന്ന് നെതന്യാഹു എപ്പോഴും പറയുന്നതാണ്. ബേസിക്കലി ഏകദേശം 22 രാജ്യങ്ങളാണ് അറബ് ദേശം എന്ന് പറയുന്നത്. അതായത് ഇതാണ് ഇസ്രായേലിൻ്റെ തെക്കുഭാഗത്തുള്ള രാജ്യങ്ങളാണ് അറബ് ദേശം എന്ന് പറയുന്നത്. ഞാൻ ആമുഖമായിട്ട് ഇത്രയും പറയാൻ കാരണം 1967 ഇസ്രായേലുമായിട്ട് ഇനിയും സമാധാനവുമില്ല, റെക്കഗ്നൈസ് ചെയ്യുന്ന ഇടപാടുമില്ല, അതുപോലെ യാതൊരുവിധ നെഗോസിയേഷൻസും ഇല്ല എന്ന് പറഞ്ഞ ആ 1967 നിന്ന് അറബ് ദേശം വളരെയധികം മാറി ഇന്ന് നെതന്യാഹുവുമായിട്ട് സംസാരിക്കാനും പല ബിസിനസ് ഇടപാടുകൾക്കും അല്ലെങ്കിൽ ഡീലുകൾക്കുമൊക്കെ ഇന്ന് ഇടയാകുന്നു എന്നുള്ളത് കഴിഞ്ഞ ഒരു 40 അല്ലെങ്കിൽ 45 വർഷത്തെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവർക്ക് കോമൺ ഇൻട്രസ്റ്റുകൾ വളരെയേറെ ഉണ്ട്. ഇനിയും UAE ഇസ്രായേൽ ഉടമ്പടി നടന്നപ്പോൾ അതിനെ നാച്ചുറലായിട്ടും എതിർത്ത രാജ്യം എന്ന് പറയുന്നത് അത് പാലസ്തീനാണ്. പാലസ്തീൻ നാച്ചുറലായിട്ടും എതിർക്കും. അതിന് കാരണം എന്താണെന്ന് നമുക്കറിയാം. 1967 ഇവർ പാലസ്തീനെ സപ്പോർട്ട് ചെയ്തെങ്കിൽ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങൾ ഇനിയും ഇസ്രായേലുമായിട്ട് ഒരിക്കലും കൂടിക്കാഴ്ച നടത്തുകയില്ല എന്ന് പറയുന്നത് അവിടെ നിന്ന് പോയിട്ട് ഇവർ അണ്ടർ ദ ടേബിൾ കൂടെ ഇസ്രായേലുമായിട്ട് ഡീലിങ്ങുകൾ ചെയ്യുമ്പോൾ പാലസ്തീൻ നാച്ചുറലായിട്ടും പാലസ്തീന് അത് ബാക്ക് സ്റ്റാബിംഗ് ആണ് എന്ന് പറയുന്നതിന് യാതൊരു തെറ്റുമില്ല. അപ്പോൾ ആദ്യം തന്നെ പാലസ്തീൻ ഇതിനെ എതിർത്തു. അപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ എതിർത്തത് വേറൊരു രാജ്യമാണ്, വടക്കേ ദേശത്തെ ടർക്കി എന്ന് പറയുന്ന രാജ്യം. ടർക്കി UAEയുടെ അംബാസിഡറെ തിരിച്ചു വിളിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ആദ്യം എതിർത്ത ഒരു രാജ്യമാണ് ഇറാൻ. നമ്മൾ ആദ്യം കണ്ടു ഇസ്രായേലുമായിട്ട് ഈജിപ്റ്റ് ഉടമ്പടി ചെയ്തു, ജോർദാൻ ഉടമ്പടി ചെയ്തു, ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് UAE ഉടമ്പടി ചെയ്തു. ഈ മേജർ രാജ്യങ്ങൾ, അതായത് ഇസ്രായേലിന് തെക്ക് വശത്തുള്ള രാജ്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇസ്രായേലിനോട് അടുക്കുമ്പോൾ വടക്ക് വശത്തുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനോട് അകലുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതിൻ്റെ മുഖ്യമായിട്ടുള്ളത് ടർക്കിയാണ്. അപ്പോൾ തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാഖിലും സിറിയയിലും ലെബനോനിലും യമനിലും ഇവരുടെ പ്രോക്സികളാണ് ഈ രാജ്യങ്ങളെ നിയന്ത്രിക്കുന്നത് എന്ന് നമുക്കറിയാം. ഇത് മാതൃഭൂമി പത്രത്തിൻ്റെ ഒരു കട്ടിങ്ങാണ്. ഇതിലെഴുതിയിരിക്കുന്ന ഇറാന് പശ്ചിമേഷ്യയിൽ ലഭിക്കുന്ന സ്വീകാര്യതയാണ് ഉടമ്പടിക്ക് ഇരു രാജ്യങ്ങളെയും പ്രേരിപ്പിച്ചതെന്നാണ് വിലയിരുത്തൽ എന്ന് പറയുന്നു. വളരെ 100% ശരിയാണ്. ഇറാന് വളരെയേറെ പ്രാമുഖ്യം ലഭിക്കുന്നുണ്ട്.
ഇറാനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മൾ കണ്ടു ഖാസം സുലൈമാനി എന്ന ഇറാൻ്റെ സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ലീഡറിനെ അമേരിക്ക വധിച്ചത് നമ്മൾ കണ്ടു. അതിന് കാരണം ഇതാണ്, ഇറാഖ് എന്ന് പറയുന്ന രാജ്യം തന്നെ ഏകദേശം ശിഥിലമായിരിക്കുകയാണ്. അപ്പോൾ ആ തരം നോക്കി ഇറാൻ അവിടെ ആധിപത്യം സ്ഥാപിക്കാനുള്ള ഒരു വലിയ ശ്രമം നമ്മൾ കാണുന്നുണ്ട്. ഇറാന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള അൽ ഖുദ്സ് എന്ന് പറയുന്ന സൈന്യമുണ്ട്. അപ്പോൾ തന്നെ ഇറാൻ ചെയ്യുന്നത് എല്ലാ രാജ്യങ്ങളും അവരുടെ പ്രോക്സിയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾക്കറിയാം ഹെസ്ബുള്ള എന്ന് പറയുന്നത് അവരുടെ പ്രോക്സി സൈന്യമാണ്. ഇവർ കഴിഞ്ഞ ദിവസം ലെബനോനിൽ ഉണ്ടായ ആ സ്ഫോടനത്തിൻ്റെ പുറകിലും ഹെസ്ബുള്ളയാണ് അവിടുത്തെ പോർട്ടുകളും അതുപോലെ തന്നെ എയർപോർട്ടും ഒക്കെ നിയന്ത്രിക്കുന്നത്. ഇന്ന് ലെബനോനിൽ വീണ്ടും ഒരു കലുഷിതമായ അന്തരീക്ഷമാണ്. അപ്പോൾ അവിടെ എല്ലാവരും പറയുന്നത് ഈ ഹെസ്ബുള്ള കാരണമാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്നുള്ളത് നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ചത്തെ ന്യൂസുകളിലൊക്കെ നമ്മൾ കണ്ടു. ഹെസ്ബുള്ളയുടെ സൈന്യം ഇത് ബേസിക്കലി ഒരു പ്രോക്സി സൈന്യമാണ്, ഇറാനിൻ്റെ പ്രോക്സി സൈന്യമാണ്. ഇനിയും സൗദി അറേബ്യയുടെ താഴെ യമൻ എന്ന് പറയുന്ന രാജ്യമുണ്ട്. ഇവിടെ എണ്ണ ഇല്ലാത്തത് കൊണ്ട് ഇതൊരു ദരിദ്ര രാജ്യമാണ് ബേസിക്കലി. പക്ഷേ യമനിൽ അവിടുത്തെ നാട്ടുകാർ, ഹൂതികൾ എന്ന് പറയുന്ന നാട്ടുകാർ, ഇതും ഇറാൻ്റെ പ്രോക്സി സൈന്യമാണ്. ഇവരെ ഫിനാൻഷ്യലി അതുപോലെ ആയുധങ്ങൾ കൊടുത്ത് സൗദി അറേബ്യക്കെതിരെ യുദ്ധം ചെയ്യിക്കുന്നത് ഇറാനാണ്. അടുത്തത് സിറിയ എന്ന് പറയുന്ന രാജ്യം. നമുക്കറിയാം ഏകദേശം 8 വർഷമായിട്ട് ആഭ്യന്തര യുദ്ധം നടക്കുന്ന രാജ്യമാണ് സിറിയയിലെ ഡമസ്കോസൊക്കെ ഒരു പട്ടണമല്ലാതെ വണ്ണം നീങ്ങിപ്പോകുമെന്ന് ബൈബിൾ യെശയ്യാ പ്രവചനം ഇതിൽ പറയുന്നത് പോലെ തന്നെ ഈ പ്രവചനം നിവൃത്തിയായി. അവിടുത്തെ പ്രസിഡൻറ്റ് അസാദ്, ഇദ്ദേഹം ഷിയയാണ്. ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നത് മുഴുവനും ഇറാനാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇറാൻ്റെ ആ പ്രാതിനിധ്യം ഇവിടെ വളരെയേറെ വെളിപ്പെട്ട് വരുന്ന ഒരു സമയമാണ്. ഇറാൻ്റെ ഖൊമൈനി ലോകത്തെമ്പാടുമുള്ള ഷിയ മുസ്ലിംസിനെ ഒന്നിപ്പിക്കാനുള്ള ശ്രമം ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. അദ്ദേഹം ട്വിറ്ററിൽ ഹിന്ദി ട്വിറ്ററും അദ്ദേഹം ലോഞ്ച് ചെയ്തതായിട്ടൊക്കെ നമ്മൾ ന്യൂസുകളിലൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ നമ്മളിവിടെ കാണുന്നത് ഒരിക്കൽ ഇസ്രായേലുമായിട്ട് ഇനിയും യാതൊരുവിധ നെഗോസിയേഷനും ഇല്ല എന്ന് പറഞ്ഞ അറബ് രാജ്യങ്ങൾ, തെക്ക് ദേശത്തുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനോട് അടക്കുമ്പോൾ തന്നെ ടർക്കി, അതുപോലെ തന്നെ ഇറാൻ നിയന്ത്രിക്കുന്ന ഇറാഖ്, സിറിയ, ലെബനോന് ഇങ്ങനെയുള്ള രാജ്യങ്ങൾ, വടക്ക് ദേശത്തെ രാജ്യങ്ങൾ ഇസ്രായേലിന് ശത്രുത കൂടുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇതൊരു പക്ഷേ സ്വല്പം നീണ്ടുപോകുന്ന ഒരു ക്ലാസ് ആയിരിക്കും. ഇത്രയും ഞാൻ ആമുഖമായിട്ട് പറഞ്ഞത് കഴിഞ്ഞ 60 വർഷത്തെ ആ ഇസ്രായേലുമായിട്ടുള്ള അറബ് രാജ്യങ്ങളുടെ അകൽച്ച ഇപ്പോൾ അടുപ്പമാകുകയും അപ്പോൾ തന്നെ വടക്ക് വശത്തുള്ള ടർക്കി ഏകദേശം 10 വർഷം മുൻപേ അനേക യഹൂദന്മാർ താമസിച്ചിരുന്നതും അതുപോലെ ഇസ്രായേലുമായിട്ട് ഏറ്റവും അടുത്ത ഒരു ബന്ധമുണ്ടായിരുന്ന രാജ്യമായിരുന്നു ടർക്കി എന്ന് പറയുന്നത്. അവിടെ എർദഗോൻ പ്രൈം മിനിസ്റ്ററായിട്ട് വന്ന് ഇപ്പോൾ ഈ ടർക്കിയും ഏകദേശം നല്ല രീതിയിൽ ഇസ്രായേലിന് എതിരായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു അലൈൻമെൻറ്റ് നമുക്ക് കാണാം. അതായത് അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനോട് അടുക്കുന്നു, അപ്പോൾ തന്നെ വടക്ക് വശത്തുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനോട് ശത്രുത പുലർത്തുന്നുവെന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. ഇനി മടങ്ങി ബൈബിളിലേക്ക് വരാം. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ സംഭവവികാസങ്ങൾ അത് ബൈബിളുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ട് പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം മാലാഖി പ്രവചനമാണ് ബൈബിളിലെ പഴയ നിയമത്തിലെ അവസാന പുസ്തകം. അതിനകത്ത് അവസാനം എഴുതിയിരിക്കുന്ന വാക്കുകളിൽ പറയുന്നു, യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുൻപ് ഞാൻ നിങ്ങൾക്ക് ഏലിയാ പ്രവാചകനെ അയക്കും എന്ന് പറഞ്ഞാണ് മാലാഖി പ്രവചനം അല്ലെങ്കിൽ പഴയ നിയമം അവസാനിക്കുന്നത്. യേശുവിനോട് ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, ഏലിയാവ് മുൻപേ വരേണ്ടത് എന്ന് ശാസ്ത്രിമാർ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ യേശു പറയുന്നു, ഏലിയാവ് വന്നു കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിൽ കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് പരിഗ്രഹിപ്പാൻ മനസ്സുണ്ടെങ്കിൽ വരുവാനുള്ള ഏലിയാവ് അവൻ തന്നെ. അതായത് പഴയ നിയമത്തിൽ പറഞ്ഞു ഏലിയാ പ്രവാചകനെ അയക്കും എന്ന് പറഞ്ഞാണ് പഴയ നിയമം അവസാനിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ഇഫ് യു ആർ വില്ലിങ് ടു റിസീവ് ഇറ്റ്, അതായത് യോഹന്നാനാണ് ഏലിയാ പ്രവാചകൻ്റെ ആത്മാവിൽ വന്നത്. യോഹന്നാനെ നിങ്ങൾ റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് യോഹന്നാൻ പറഞ്ഞതും യോഹന്നാൻ ഒരു പ്രവാചകനായിട്ട് നിങ്ങൾ റിസീവ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ വരുവാനുള്ള ഏലിയാവ് അവൻ തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഇടയ്ക്ക് ഉണ്ടായിരുന്ന പഴയ നിയമത്തിൽ പറഞ്ഞു ഏലിയാവ് വരുമെന്ന് പറഞ്ഞു. പുതിയ നിയമത്തിൽ അതിനുശേഷം 400 വർഷത്തിന് ശേഷം യോഹന്നാൻ ഏലിയാവിൻ്റെ ആത്മാവിൽ വന്നു. പക്ഷേ യോഹന്നാനെ ഇസ്രായേൽ റിജക്റ്റ് ചെയ്തു. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ പറയുന്നത് യോഹന്നാൻ സ്നാപകൻ്റെ കാര്യമാണ്. അപ്പോൾ ഈ പഴയ നിയമത്തിനും
പുതിയ നിയമത്തിനും ഇടയ്ക്ക്, മാലാഖി പ്രവചനത്തിനും മത്തായി സുവിശേഷത്തിനും ഇടയ്ക്ക് ഏകദേശം 400 വർഷത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 400 വർഷത്തെ ഈ ഗ്യാപ്പിന് ബൈബിൾ പണ്ഡിതന്മാർ വിളിക്കുന്നത് 400 years ഓഫ് സൈലൻസ് എന്നാണ് ഇതിനെ പറയുന്നത്. മാലാഖി പ്രവചനത്തിന് ശേഷം ദൈവം വീണ്ടും യഹൂദന്മാരുമായിട്ട് ഇടപെടുന്നത് സ്നാപക യോഹന്നാൻ്റെ കാലത്താണ്. ഇതിനിടയ്ക്ക് 400 വർഷത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഇതിന് സൈലൻസ് പീരീഡ് എന്നാണ് പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞു. ഈ 400 വർഷം ദൈവം ഇവരുമായിട്ട് യാതൊരു പ്രവാചകന്മാരും മുഖാന്തരം സംസാരിച്ചില്ല എങ്കിലും ഇവർക്ക് ഈ 400 വർഷം എന്ത് സംഭവിക്കും, ഈ ഗ്യാപ്പിന് ഇസ്രായേലിന് എന്ത് സംഭവിക്കും എന്നുള്ളത് ദാനിയേൽ പ്രവചനത്തിൽ കൂടെ ദൈവം അരുളി ചെയ്തിട്ടുണ്ട്. ദാനിയേൽ പ്രവചനം 11-ാം അധ്യായത്തിൻ്റെ ഇതിവൃത്തം ഇത് തന്നെയാണ്. ദാനിയേൽ പ്രവചനം 11-ാം അധ്യായം 2-ാമത്തെ വചനം മുതൽ വായിക്കുകയാണ്. ഇപ്പോഴോ ഞാൻ നിന്നോട് സത്യം അറിയിക്കാം, പാഴ്സി ദേശത്ത് ഇനി 3 രാജാക്കന്മാർ എഴുന്നേൽക്കും. 4-മത്തവൻ എല്ലാവരിലും അധികം ധനവാനായിരിക്കും. അവൻ ധനം കൊണ്ട് ശക്തിപ്പെട്ടു വരുമ്പോൾ എല്ലാവരെയും യവന രാജ്യത്തിന് നേരെ ഉദ്യോഗിപ്പിക്കും. പിന്നെ വിക്രമനായൊരു രാജാവ് എഴുന്നേൽക്കും. അപ്പോൾ പാഴ്സി രാജാവ് എന്ന് പറയുന്നത്, ഈ പാഴ്സി ദേശത്തിൻ്റെ ആദ്യത്തെ രാജാവ് എന്ന് പറയുന്നത് കിങ് സൈറസ് ആയിരുന്നു എന്ന് നമുക്കറിയാം. കിങ് സൈറസ് ഏകദേശം ഇന്ത്യ വരെ ഭരിച്ച രാജാവായിരുന്നു. ആ രാജ്യത്തിന് ശേഷം പിന്നെ 3 രാജാക്കന്മാർക്ക് ശേഷം പിന്നെ വിക്രമനായൊരു രാജാവ് എഴുന്നേൽക്കും. അവൻ വലിയ അധികാരത്തോടെ വാണ് ഇഷ്ടം പോലെ പ്രവർത്തിക്കും. അവൻ നിൽക്കുമ്പോൾ തന്നെ അവൻ്റെ രാജ്യം തകർന്ന് ആകാശത്തിലെ 4 കാറ്റിലേക്ക് ഭേദിച്ചു പോകും എന്ന് പറയുന്നു. ഇത് പിന്നീട് വന്ന അലക്സാണ്ടർ ചക്രവർത്തിയെക്കുറിച്ചാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകാം. അലക്സാണ്ടർ ചക്രവർത്തി, അദ്ദേഹം യൂറോപ്പിൻ്റെ ഒരു ഭാഗം മുതൽ ഇന്ത്യയിലെ പഞ്ചാബിൻ്റെ ആ സ്ഥലങ്ങൾ, അതുപോലെ തന്നെ ഈജിപ്തും ഇസ്രായേലുമൊക്കെ ഭരിച്ചിരുന്ന രാജാവായിരുന്നു. അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ഈ എക്സ്പെഡിഷൻ ഏകദേശം 6 വർഷത്തെ യുദ്ധത്തിന് ശേഷം മടങ്ങിപ്പോകുന്ന സമയത്ത് അദ്ദേഹം മരിച്ചു. ഈ ലോകം മുഴുവനും വെട്ടിപ്പിടിച്ചു, പക്ഷേ അദ്ദേഹം മരിച്ചുപോയി. വിലാപയാത്ര പോകുമ്പോൾ തൻ്റെ 2 കൈകളും വെളിയിലേക്ക് ഇടണം എന്ന് ആവശ്യപ്പെട്ട അതേ അലക്സാണ്ടർ ചക്രവർത്തി. അപ്പോൾ ഈ അലക്സാണ്ടർ ചക്രവർത്തി മുതൽ പിന്നീട് റോമൻ സാമ്രാജ്യം പ്രാബല്യം വരുന്നിടം വരെ ഉള്ള ആ 300 വർഷത്തെ ചരിത്രം ബൈബിളിൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം ദൈവം അരുളി ചെയ്തു. അപ്പോൾ നമ്മളിവിടെ വായിച്ചു, അവൻ നിൽക്കുമ്പോൾ തന്നെ അവൻ്റെ രാജ്യം തകർന്ന ആകാശത്തിലെ 4 കാറ്റിലേക്ക് ഭേദിച്ചു പോകും എന്ന് നമ്മൾ വായിച്ചു. പിന്നീട് നമുക്കറിയാം അലക്സാണ്ടർ ചക്രവർത്തിയുടെ രാജ്യം പലതായി ഭാഗിക്കപ്പെട്ടു. ഈജിപ്തിൻ്റെ ഭാഗം ടോളമി എന്ന് പറയുന്ന രാജാക്കന്മാരും അതുപോലെ തന്നെ ഇന്ത്യ മുതൽ അങ്ങോട്ട് സെലൂസിഡ് എംപയറും ആയി എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് ഈ രാജാക്കന്മാരെക്കുറിച്ച് പറയുമ്പോൾ ടോളമിക് എംപയറിനെ പറയുന്നത് തെക്കേ ദേശമെന്നാണ് പറയുന്നത് ബൈബിളിൽ. അതേസമയം സെലൂസിഡ് എംപയറിനെ വടക്കേ ദേശമെന്ന് പറയും. അപ്പോൾ ഇവരുടെ അതിർത്തി എപ്പോഴും ഇസ്രായേലിലാണ് ഇവരുടെ അതിർത്തി. അപ്പോൾ ഈ യുദ്ധം മുഴുവൻ നടക്കുന്നത്, അല്ലെ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് വരുന്നത് മുഴുവൻ ഇസ്രായേലിൽ വെച്ചാണ്. അപ്പോൾ അവൻ നിൽക്കുമ്പോൾ തന്നെ അവൻ്റെ രാജ്യം തകർന്ന ആകാശത്തിലെ 4 കാറ്റിലേക്ക് ഭേദിച്ചു പോകും എന്ന് പറയുന്നു. അതിനുശേഷം എന്നാൽ തെക്കേ ദേശത്തിലെ രാജാവ് പ്രാബല്യം പ്രാപിക്കും. അവൻ്റെ പ്രഭുക്കന്മാരിൽ ഒരുത്തൻ അവനേക്കാൾ പ്രബലനായി വാഴും. അവൻ്റെ ആധിപത്യം മഹാധിപത്യമാകും. കുറേ കാലം കഴിഞ്ഞിട്ട് അവർ തമ്മിൽ ഏകോപിക്കും. തെക്കേ ദേശത്തിലെ രാജാവിൻ്റെ മകൾ വടക്കേ ദേശത്തിലെ രാജാവിൻ്റെ അടുക്കൽ ഉടമ്പടി ചെയ്യാൻ വരും. അപ്പോൾ ഇത് തെക്കേ ദേശവും വടക്കേ ദേശവും എന്ന് പറയുന്ന ഈ 2 ദേശങ്ങളെയാണ് പറയുന്നത്. ഇത് പിന്നീട് ഈ രാജ്യങ്ങളിലെ രാജാക്കന്മാർ ഏകദേശം 300 വർഷം അവർ തമ്മിൽ ചെയ്യുന്ന യുദ്ധങ്ങളെക്കുറിച്ചും ഉടമ്പടികളെക്കുറിച്ചാണ് തെക്കേ ദേശം വടക്കേ ദേശം, തെക്കേ ദേശം വടക്കേ ദേശം എന്ന് പറഞ്ഞെപ്പോഴും പറയുന്നത്. അത് പിന്നെ അവൻ എന്ന് പറയുന്നുണ്ട്, ഞാനതെല്ലാം ഇതിനകത്ത് അടയാളപ്പെടുന്നില്ല. തെക്കേ ദേശം വടക്കേ ദേശം എന്നിങ്ങനെ വലിയൊരു അധ്യായമാണ്. അതിനുശേഷം ദാനിയേൽ പ്രവചനം 11:40 വരുമ്പോൾ പിന്നെ അന്ത്യകാലത്ത് തെക്കേ ദേശത്തിലെ രാജാവ് എന്ന് പറയുന്നു. അപ്പോൾ ഈ 400 വർഷം കഴിഞ്ഞിട്ട് പിന്നെ റോമൻ സൈന്യം വന്നു. അതിനുശേഷം ഇവർ പ്രവാസത്തിൽ പോകുന്നു. അപ്പോൾ പിന്നീട് വീണ്ടും പ്രവാസത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴും ഇതേ കാര്യങ്ങളാണ് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ അന്ത്യകാലത്ത് തെക്കേ ദേശത്തിലെ രാജാവ് അവനോട് എതിർത്ത് വിട്ടും. ആരോട്? വടക്കേ ദേശത്തിലെ രാജാവ്. അപ്പോൾ ആദ്യകാലത്തെ തെക്കേ ദേശം ഈജിപ്റ്റ് ആയിരുന്നെങ്കിൽ ഇന്നും അതുതന്നെയാണ് നമുക്കറിയാം. തെക്കേ ദേശം ഈജിപ്റ്റ്, ഇന്ന് വടക്കേ ദേശം എന്ന് പറയുന്ന അന്നത്തെ വടക്കേ ദേശം ഈ ഒരു ഭാഗങ്ങളാണ്. ടർക്കിയുടെയും ഇറാഖിൻ്റെയും സിറിയയുടെയും ഒക്കെ ഭാഗം, അതായത് ഞാൻ എപ്പോഴും പറയുന്ന അസിറിയ എന്ന് പറയുന്ന ആ ഭാഗമാണ്. അപ്പോൾ ഇത് ഒരു തനിയാവർത്തനമാണ്. അപ്പോൾ ഇത് ഭാവിയിൽ നടക്കുന്ന സംഭവമാണ്. പിന്നെ അന്ത്യകാലത്ത് തെക്കേ ദേശത്തിലെ രാജാവ് അവനോട് എതിർത്ത് മുട്ടും. അതായത് വടക്കേ ദേശത്തിലെ രാജാവിനോട് എതിർത്ത് മുട്ടും. വടക്കേ ദേശത്തിലെ രാജാവ് രഥങ്ങളോടും കുതിരച്ചേവകരോടും വളരെ കപ്പലുകളോടും കൂടെ ചുഴലിക്കാറ്റ് പോലെ അവൻ്റെ നേരെ വരും. അവൻ ദേശങ്ങളിൽ വന്ന് കവിഞ്ഞ് കടന്നു പോകും. അവൻ മനോഹര ദേശത്തിലേക്കും കടക്കും. അതായത്
ഭാവിയിൽ നടക്കുന്ന സംഭവമാണ്. ആദ്യം തെക്കേ ദേശത്തെ രാജാവ് വടക്കേ ദേശത്തിൻ്റെ രാജാവിനെ എതിരെ പോകും. പക്ഷേ വടക്കേ ദേശത്തെ രാജാവ് ചുഴലിക്കാറ്റ് പോലെ തെക്കേ ദേശത്തെ രാജാവിനെതിരെ യുദ്ധത്തിന് വരും. അവൻ ദേശങ്ങൾ വന്ന് കവിഞ്ഞ് കടന്നു പോകും. അവൻ മനോഹര ദേശത്തേക്കും കടക്കും. അപ്പോൾ മനോഹര ദേശം എന്ന് പറയുന്നത് ഏതാണ്? ഇസ്രായേൽ. പണ്ട് നടന്നതിൻ്റെ ഒരു പുനരാവിഷ്കരണം എന്ന് നമുക്ക് പറയാം. ആദ്യം ഈജിപ്റ്റ്, ഈ ഭാഗങ്ങളിലുള്ള ഇതിപ്പം നമ്മളിപ്പം കാണുന്ന ബോർഡറുകൾ മാറും. എതിർ ക്രിസ്തു വരുമ്പോഴത്തേക്കും ഈ ബോർഡറുകൾ മാറും. ഈ ഒരു ഭാഗത്താണ് എതിർ ക്രിസ്തു. അപ്പോൾ ഈ വടക്കേ ദേശത്തെ രാജാവ് ഒരിക്കൽ കൂടെ ചുഴലിക്കാറ്റ് പോലെ തെക്കേ ദേശത്തെ രാജാവിനെതിരെ വരും. അവൻ മനോഹര ദേശത്തിലേക്ക് കടക്കും എന്നെഴുതിയിരിക്കുന്നു. ഞാൻ ഇത്രയും നേരം പറഞ്ഞതിൻ്റെ ഇസ്രായേലുമായിട്ട് തെക്കേ ദേശത്തുള്ള അറബ് രാജ്യങ്ങൾ ഒന്നിച്ചു കൂടുന്നു. അതിനെ വടക്കേ ദേശത്തെ രാജാക്കന്മാർ എതിർക്കുന്നു. അതിൻ്റെ പ്ലോട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അപ്പോൾ ഇത് നമുക്ക് മത്തായി സുവിശേഷം 24 കർത്താവിനോട് നിൻ്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്താണെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും, ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് സംഭവിക്കേണ്ടത് തന്നെ, എന്നാൽ അത് അവസാനമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ജാതി ജാതിയോടും. അപ്പോൾ നമ്മൾ ചൈന ഇന്ത്യയുമായിട്ടോ അല്ലെങ്കിൽ റഷ്യ ഉക്രൈനുമായിട്ട് യുദ്ധം ചെയ്യുമ്പോഴെല്ലാം ഇത് നമ്മൾ പറയും ഇത് കർത്താവിൻ്റെ വരവിൻ്റെ അടയാളമാണെന്ന് നമ്മൾ പറയും. ഇത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രവചനമാണ്. ജാതി ജാതിയോട്, നേഷൻ വിൽ റൈസ് അഗൻസ്റ്റ് നേഷൻ. ഏത് രാജ്യം? തെക്കേ ദേശത്തെ രാജ്യം വടക്കേ ദേശത്തെ രാജ്യത്തിനെതിരെ ഉയരുന്ന. രാജ്യം രാജ്യത്തോട് എതിർക്കുക എന്ന് പറയുന്നത് യെശയ്യാ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രവചനമാണ്. ഇത് മിസ്രൈമിൽ തന്നെ ഉണ്ടാകുന്ന ഒരു ആഭ്യന്തര കലഹത്തിന് പറയുന്നതാണ്. ആൻഡ് ഐ വിൽ സെറ്റ് ദ ഈജിപ്ഷ്യൻസ് അഗൻസ്റ്റ് ഈജിപ്ഷ്യൻസ്, സിറ്റി അഗൻസ്റ്റ് സിറ്റി, കിങ്ഡം അഗൻസ്റ്റ് കിങ്ഡം. ഞാൻ മിസ്രൈമരോട് കലഹിപ്പിക്കും. അവർ ഓരോരുത്തൻ താന്താൻ്റെ സഹോദരനോടും ഓരോരുത്തൻ താന്താൻ്റെ കൂട്ടുകാരനോടും പട്ടണം പട്ടണത്തോടും രാജ്യം രാജ്യത്തോടും യുദ്ധം ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ കാണുന്നത് രാജ്യം രാജ്യത്തോട് യുദ്ധം എതിർക്കുമെന്ന് പറയുന്നത്. അപ്പോൾ ജാതി ജാതിയോട് എതിർക്കുക എന്ന് പറയുന്നത് ഈജിപ്റ്റ് ടർക്കിക്കെതിരെയും അതുപോലെ ഈജിപ്തിൽ രാജ്യത്തിനകത്ത് ഒരു ആഭ്യന്തര കലഹം ഉണ്ടാകും എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് ഇസ്രായേലുമായിട്ട് സംബന്ധിക്കുന്ന വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രവചനമാണ്. ഇത് നമ്മൾ ബൈബിൾ അനേക സ്ഥലത്ത് നമ്മളിത് കാണുന്നുണ്ട്. യെശയ്യാ പ്രവചനം 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അന്നാളിൽ അല്ലെങ്കിൽ അന്ത്യകാലത്ത് യഹോവ മിസ്രൈമിലെ നദികളുടെ അറ്റത്ത് നിന്ന് കൊതുകിനെയും അശൂർ ദേശത്തു നിന്ന് തേനീച്ചയും ചൂളം കുത്തി വിളിക്കും. അവ ഒക്കെയും വന്ന് ശൂന്യമായ താഴ്വരകളിലും പാറപ്പിളർപ്പുകളിലും എല്ലാ മുൾപ്പടർപ്പുകളിലും എല്ലാ മേച്ചിൽപ്പുറങ്ങളിലും പറ്റും. അന്നാളിൽ കർത്താവ് നദിക്കക്കരെ നിന്ന് കൂലിക്ക് വാങ്ങിയ ക്ഷൗരക്കൊത്തി കൊണ്ട് തന്നെ അശൂർ രാജാവിനെ കൊണ്ട് തന്നെ തലയും കാലും ക്ഷൗരം ചെയ്യും. അത് താടിയും കൂടെ നീക്കും. അപ്പോൾ നമ്മൾ കണ്ടു തെക്കേ ദേശത്തെ രാജാവിനെയാണ് ഇവിടെ മിസ്രൈം എന്ന് പറയുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ മിസ്രൈമിൻ്റെ നദികളുടെ അറ്റത്ത് നിന്ന് കൊതുകിനെയും അശൂർ ദേശത്ത് നിന്ന് തേനീച്ചയും ചൂളം കുത്തി വിളിക്കും. അതേ സീക്വൻസ് ആണ്. അതായത് തെക്കേ ദേശത്തെ രാജാവ് വടക്കേ ദേശത്തെ രാജാവിനെതിരെ പോകുന്നു. ഇത് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ട് യൂഫ്രട്ടീസ് റിവറിൻ്റെ അപ്പുറത്തുള്ള രാജാവ്, അതായത് കിങ് ഓഫ് അസറി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആൻറ്റി ക്രൈസ്റ്റിനെ എപ്പോഴും കിങ് ഓഫ് അസറിയ എന്ന് പറയുന്നത്. ഇത് അനേക സ്ഥലത്ത് നമ്മളിത് കാണാം. ഈ തെക്കേ ദേശത്തെ രാജാവും വടക്കേ ദേശത്തെ രാജാവിനെ ബൈബിളിൽ അനേക സ്ഥലത്ത് നമുക്ക് കാണാം. യോവേൽ പ്രവചനത്തിൽ ഈ യുദ്ധത്തിനായിട്ട് ദൈവം വിളിക്കുന്ന ആ വചനം വായിക്കാം. ഇത് ജാതികളുടെ ഇടയിൽ വിളിച്ചു പറയുവിൻ, ഒരു വിശുദ്ധ യുദ്ധത്തിന് ഒരുക്കിക്കൊള്ളുവിൻ. വിശുദ്ധ യുദ്ധം എന്ന് പറയുന്നത് ജാതികളുടെ വിശുദ്ധ യുദ്ധം എന്താണ്? ജിഹാദാണ്, നമുക്കറിയാം. വീരന്മാരെ ഉദ്യോഗിപ്പിപ്പിൻ, സകല യോദ്ധാക്കളും അടുത്ത് വന്ന് പുറപ്പെടട്ടെ. നിങ്ങളുടെ കൊഴുക്കുകളെ വാളുകളായും വാക്കത്തികളെ കുന്തങ്ങളായും അടുപ്പീനെന്ന് പറയുന്നുണ്ട്. ഇനി ഈ കൊഴുക്കളും വാളും വീണ്ടും നമ്മൾ കാണുന്ന മീഖാ പ്രവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവൻ അനേക ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും ബഹുവംശങ്ങൾക്ക് ദൂരത്തോളം വിധി കൽപ്പിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും കുന്തങ്ങളെ വാക്കത്തികളായും അടിച്ചു തീർക്കും. അതായത് ഇവിടെ പറയുന്നു നിങ്ങൾ കൊഴുക്കളെ, അതായത് കൃഷി ആയുധങ്ങൾ യുദ്ധത്തിനുള്ള ആയുധങ്ങളാക്കാൻ പറയുന്നു. ഇവിടെ തിരിയും, അതായത് അവർ സമാധാനമാകുമ്പോൾ വാളുകളെ കൊഴുക്കളായും കുന്തങ്ങളെ വാക്കത്തികളായും അടിച്ചു തീർക്കും. ജാതി ജാതിക്ക് നേരെ വാളോങ്ങുകയില്ല. നേഷൻ ഷാൽ നോട്ട് ലിഫ്റ്റ് അപ്പ് സ്വാർഡ് അഗൻസ്റ്റ് നേഷൻ. അതായത് ഈ രാജ്യങ്ങളുടെ കാര്യമാണ് പറയുന്നത്. അതായത് ഇസ്രായേലുമായിട്ട് സംബന്ധിച്ചുള്ള ജാതികളുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അത് യേശു തിരിച്ചു വന്നു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് പറയുന്നത്. മെശിയ ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. യെശയ്യാ പ്രവചനം 2-ാം അധ്യായത്തിൽ പറയുന്നത്, സിയോനിൽ നിന്ന് ഉപദേശവും യെരുശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. അവൻ ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും ബഹുവംശങ്ങൾക്ക് വിധി കൽപ്പിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും കുന്തങ്ങളെ വാക്കത്തികളായും അടിച്ചു തീർക്കും. അതായത് ഇന്ന് പണം ചെലവിടുന്നത് യുദ്ധങ്ങൾക്കാണെങ്കിൽ അത് മാറി കൃഷിക്കായിട്ടും നന്മയ്ക്കായിട്ട് ചെലവിടുന്ന സമയങ്ങൾ വരും.
ജാതി ജാതിക്ക് നേരെ വാളോങ്ങുകയില്ല. നേഷൻ ഷാൽ നോട്ട് ലിഫ്റ്റ് അപ്പ് സ്വാഡ് അഗൻസ്റ്റ് നേഷൻ. ഇത് തന്നെയാണ് യേശു പറയുന്നത്, നേഷൻ വിൽ റൈസ് അഗൻസ്റ്റ് നേഷൻ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് പറയുന്ന വേറൊരു പ്രവചനം വായിക്കാം. യെശയ്യാപ്രവചനം 19-ാം അധ്യായത്തിൽ, അന്നാളിൽ മിസ്രൈമിൽ നിന്ന് അശൂരിലേക്ക് ഒരു പെരുവഴി ഉണ്ടാകും. അശൂര്യർ മിസ്രൈമിലേക്കും മിസ്രൈമർ അശൂരിലേക്കും ചെല്ലും. മിസ്രൈമ്യർ അശൂര്യരോടുകൂടെ ആരാധന കഴിക്കും. അന്നാളിൽ ഇസ്രായേൽ ഭൂമിയുടെ മധ്യ ഒരു അനുഗ്രഹമായി മിസ്രൈമിനോടും അശൂരിനോടും കൂടെ മൂന്നാമതായിരിക്കും. സൈന്യങ്ങളുടെ യഹോവ അവരെ അനുഗ്രഹിച്ച എൻ്റെ ജനമായ മിസ്രൈമും എൻ്റെ കൈകളുടെ പ്രവൃത്തിയായ അശൂരും എൻ്റെ അവകാശമായ ഇസ്രായേലും അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് അരുളി ചെയ്യും. അതായത് ഈ യുദ്ധമെല്ലാം കഴിഞ്ഞ് ഇവരെല്ലാവരും മശിഹായെ സ്വീകരിക്കും. സകല മുഴങ്കാലും വഴങ്ങുന്ന ഒരു ദിവസം വരും. അന്ന് ഇസ്ലാമിക രാജ്യമൊക്കെയും യേശു ദൈവമാണെന്ന് തിരിച്ചറിയുന്ന ആ സമയത്ത് ഇന്നേ പറയുകയാണ്, അതായത് ഈജിപ്തിൽ നിന്ന് വടക്കേ ദേശത്തിനെതിരെ യുദ്ധത്തിന് പോകുന്ന ഒരു കാലം കഴിഞ്ഞേച്ച് മിസ്രൈമിൽ നിന്ന് അശൂരിലേക്കൊരു ഹൈവേ ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു പെരുവഴി ഉണ്ടാകുമെന്ന് ഏകദേശം 2800 വർഷം മുൻപ് എഴുതി വച്ചിരിക്കുകയാണ്. നമ്മൾ ഈ യുദ്ധത്തെക്കുറിച്ചാണ് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ 2ാമത്തെ ചുവന്ന കുതിര എന്ന് പറയുന്ന വാൾ വരുന്നത് ഇതിനെക്കുറിച്ചാണ്. ഇനി ഇതിൻ്റെ ആത്മീയ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇസ്രായേലിനെ നമ്മൾ കണ്ടു, അനേക യുദ്ധങ്ങളിൽ കൂടെ കീഴടക്കുവാൻ ചുറ്റുമുള്ള അറബ് രാജ്യങ്ങൾ ശ്രമിച്ചിട്ട് നടക്കാത്തപ്പോൾ അവരെന്താണ് ചെയ്യുന്നത്? അവർ ഈ ചെയ്യുന്നവരൊന്നും അറിയുന്നില്ല ഇതിനു വേണ്ടിയാണ് ചെയ്യുന്നത്. അവരിപ്പം തൽക്കാലം ഇറാൻ്റെ ആധിപത്യം നിർത്താൻ വേണ്ടിയാണ് അവർ ചെയ്യുന്നത്. പക്ഷേ അവർക്ക് മനസ്സിലാകുന്നില്ല അവരെന്താണ് ചെയ്യാൻ പോകുന്നത്. അവർ ഈ ഇസ്രായേലുമായിട്ട് അടുക്കുമ്പോൾ ഇസ്രായേൽ ഇവരുമായിട്ട് ഉടമ്പടി ചെയ്യുകയും ചുറ്റുമുള്ള ജാതികളുമായിട്ട് ഉടമ്പടി ചെയ്യരുത് എന്ന് പറഞ്ഞ ദൈവകൽപ്പന പാലിക്കാതെ അനേക പാപങ്ങളിൽ ചെന്ന് വീഴുകയും അവർ യഹോവയെ ഉപേക്ഷിക്കാൻ അത് ഇടയാകുകയും അവരെ ചുറ്റുമുള്ള ജാതികൾ ആക്രമിച്ച് അവരെ തോൽപ്പിക്കുകയും ചെയ്യും. ഞാൻ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിൽ ഞാൻ പറയാറുണ്ട്, ശിംശോൻ എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ഒരു നിഴലാണ്. ശിംശോന് സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം. ശിംശോന് കീഴ്പ്പെടുത്താൻ പല ആവർത്തി ശ്രമിച്ചു, പക്ഷേ അത് സാധിച്ചില്ല. പക്ഷേ ശിംശോൻ്റെ ബലമായിരുന്ന ആ മുടി, ദൈവകൽപ്പന ആ മുടി വെട്ടരുതെന്നായിരുന്നു. ആ മുടി വെട്ടിയപ്പോൾ ശിംശോൻ്റെ ബലം നശിച്ചതുപോലെ ഒരിക്കൽ കൂടെ ഇവർ ചുറ്റുമുള്ള ജാതികളുമായിട്ട് ഉടമ്പടി ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് അവരവരുടെ ദൈവത്തെ ഉപേക്ഷിക്കുകയും ഈ ചുറ്റുമുള്ള ജാതികളുടെ ദൈവത്തെ ദൈവമായിട്ട് എടുക്കുകയും ചെയ്യും. അതാണ് ബേസിക്കലി എതിർ ക്രിസ്തുവിനെ ഇവർ അംഗീകരിക്കുന്നത്. ഭാവിയിൽ ഇസ്രായേലും ഈ അറബ് രാജ്യങ്ങളുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യുന്നതിൻ്റെ നിഴലായിട്ട് നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ സമാധാനത്തിൻ്റെ സംഭവങ്ങൾ കാണുമ്പോൾ ലോക മനുഷ്യൻ ചിന്തിക്കുന്നത് പോലല്ല ബൈബിളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാകുന്ന ഒരു വ്യക്തി ചിന്തിക്കുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിലും ഒരു പാഠമാണ്. ഇസ്രായേൽ ചുറ്റുമുള്ള ജാതികളുമായിട്ട് ഉടമ്പടി ചെയ്യുന്നത് പോലെ അറിവില്ലായ്മയാൽ നമ്മൾ പലപ്പോഴും ചില പാപങ്ങളുമായിട്ട് കോംപ്രമൈസ് ചെയ്യുന്നത് നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റാനും ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്ക് നഷ്ടപ്പെടാനും പിശാച് ഇടയാക്കും. പിശാചിൻ്റെ തന്ത്രങ്ങൾ നമ്മൾ അറിയാത്തവരല്ല എന്ന് പറയുന്നത് ഈ പഴയ നിയമത്തിലെ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നമ്മുടെ മുൻപിൽ ദൈവം വരച്ചിട്ടിരിക്കുന്നത് ഈ തന്ത്രങ്ങൾ അറിയുവാൻ വേണ്ടിയാണ്. ദൈവം വെച്ചാൽ ഇതിനെക്കുറിച്ച് വീണ്ടും ക്ലാസ്സായിട്ടിടാം. ദൈവം അനുഗ്രഹിക്കട്ടെ.